നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കടൽ മണൽ ഖനനത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരായുള്ള തീരദേശ ഹർത്താലിൽ പ്രതിഷേധമിരമ്പി. ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പാടൂർ ഇടിയഞ്ചിറയിൽ റെഗുലേറ്റർ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി നിർമ്മിച്ച താൽക്കാലിക വളയം ബണ്ട് പൊട്ടി. നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാകുമെന്ന് മുരളി പെരുന്നള്ളി MLA. തൃശൂരിൽ സുഹൃത്ത് പിടിച്ചു തള്ളിയ കായികാധ്യാപകൻ നിലത്ത് തലയടിച്ചു വീണു മരിച്ചു. ചക്കാമുക്ക് സ്വദേശി അനിൽ ആണ് മരിച്ചത്. ശിവരാത്രിയോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ ബലിതർപ്പണം നടന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ബലിതർപ്പണ കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു. ആറാട്ടുപുഴ മന്ദാരക്കടവിൽ ആയിരങ്ങൾ ബലിതർപ്പണത്തിനെത്തി. ശിവരാത്രിയോടനുബന്ധിച്ച് ആഭിമുഖ്യത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മുരളി പെരുന്നള്ളി MLAയുടെ പൂവത്തൂരിലെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അടക്കം 20 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ചാവക്കാട് മണന്തല അയിനപ്പുള്ളിയിൽ കട കുത്തിപ്പൊളിച്ച് മോഷണ ശ്രമം. മണന്തല കാണംകോട്ട് സ്കൂളിന് സമീപമുള്ള ഫുഡ് പ്ലാസ എന്ന ഹോട്ടലിലാണ് മോഷണ ശ്രമം. വരാക്കര കപ്പേളയ്ക്ക് സമീപം ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പയ്യാങ്കര സ്വദേശി മലപ്പാൻ വീട്ടിൽ 41 വയസ്സുള്ള നിക്സനാണ് മരിച്ചത്. CPI നേതാവും മുൻ MLAയുമായ P. രാജു അന്തരിച്ചു. അർബുദബാധിതനായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കേബിൾ TV ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന KCBയുടെ നിലപാടിനെതിരെ ശക്തമായ സമരപരിപാടിക്ക് രൂപം നൽകുമെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. ചേലക്കര, കുന്നംകുളം, ഗുരുവായൂർ, വടക്കാഞ്ചേരി മേഖല ഉൾപ്പെടുന്ന COA തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ വടക്കാഞ്ചേരിയിൽ നടന്നു. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് തൃശൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഇടിഞ്ഞു. 320 രൂപ ഇടിഞ്ഞ ഒരു പവൻ സ്വർണത്തിന് 64,080 രൂപയായി. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം സെന്ററിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. പദ്ധതി കാവ്യവൽക്കരണത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ചിലർ നിന്ദിക്കാൻ ശ്രമിച്ചുവെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണ പദ്ധതി 2 വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമായാണ് സാധ്യമായതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. റെയിൽവേ സ്റ്റേഷന്റെ ഡെമോ പ്ലാൻ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ പ്രദർശിപ്പിച്ചു. മാള പഞ്ചായത്തിൽ കുടിവെള്ള വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കപ്പെടാതെ നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മുൻപിൽ ധർണ നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് NS വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാർക്കുള്ള സർക്കാർ ഉത്തരവ് കത്തിച്ച് ചാഴൂർ മണ്ഡലം കോൺഗ്രസും മഹിളാ കോൺഗ്രസും പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറി KV ദാസൻ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം കമ്പനിക്കടവ് കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് പിതൃബലി തർപ്പണം ചടങ്ങുകൾ നടത്തി. ക്ഷേത്രം മേൽശാന്തി കലേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അതിരപ്പള്ളി വനാതിർത്തിയിൽ നടക്കുന്ന ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മാണം MLA ഇടപെട്ട് നിർത്തിവെപ്പിച്ചതിൽ പ്രതിഷേധിച്ച് LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി. ഒരാഴ്ചയായി നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ നിർമ്മാണ ഉദ്ഘാടനത്തിനു വേണ്ടിയാണ് MLA നിർത്തിവെപ്പിച്ചതെന്ന ആക്ഷേപം. ചെമ്പുച്ചിറ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ശിവരാത്രി ബലിതർപ്പണത്തിന് നിരവധി വിശ്വാസികളെത്തി. ചടങ്ങുകൾക്ക് മനോജ് ശാന്തികൾ കാർമ്മികത്വം വഹിച്ചു. മങ്ങാട് വാങ്ങോട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി കുതിരവേലയുടെ പറപ്പുറപ്പാട് നടന്നു. ക്ഷേത്രം മേൽശാന്തി വിഘ്നേശ്വരൻ എംബ്രാന്തിരി കാർമ്മികത്വം വഹിച്ചു. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്നും 12ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നും കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചാരത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആമ്പക്കാട് സെന്റ് മേരീസ് HFC UP സ്കൂളിൽ നവതി ആഘോഷവും വിരമിക്കുന്ന അധ്യാപകരുടെ യാത്രയയപ്പും നടന്നു. നവജ്യോതി പ്രൊവിൻഷ്യൽ സിസ്റ്റർ ജസ്റ്റിൻ തെരേസ് ഉദ്ഘാടനം ചെയ്തു.
SC/ST ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഡോക്ടർ BR അംബേദ്കർ ജന്മദിന സംഘാടക സമിതി രൂപീകരിച്ചു. രൂപീകരണ യോഗം അഡ്വക്കേറ്റ് TC പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. മുരുകുങ്ങൽ പെരുമ്പിള്ളിച്ചിറ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മുന്നോടിയായിട്ടുള്ള ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രം തന്ത്രി അഴകത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കുഴിയേലി നഗർകർമ്മണ നീലകണ്ഠൻ നമ്പൂതിരി, അഴകത്ത് വിഷ്ണു നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. മാള വിജ്ഞാനദായിനി സഭ ചക്കാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി ഉത്സവത്തിന് കൊടിയേറി. തണ്ടിക വരവിന് ശേഷം ക്ഷേത്രം തന്ത്രി MN നന്ദകുമാർ കൊടിയേറ്റം നിർവഹിച്ചു. CPM സംസ്ഥാന സമ്മേളന നഗരത്തിലേക്കുള്ള പതാക ജാഥയ്ക്ക് മാർച്ച് 4-ന് കൊടകരയിൽ സ്വീകരണം നൽകും. കൊടകരയിൽ ചേർന്ന സംഘാടക സമിതി യോഗം CPM ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പന്നിത്തടം സെന്ററിൽ നടന്ന ക്യാമ്പയിൻ സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല ചീരക്കുഴി ചീരമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ മഹാശിവരാത്രിയോടനുബന്ധിച്ച് സഹസ്രദീപം തെളിയിച്ചു. പാർനാട്ടുമന നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കൊണ്ടാഴി ത്രിതംതളി ശിവപാർവതി ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് വിശേഷാൽ പൂജകൾ നടന്നു. ഗുരുകുലം ബാബു പ്രമാണികത്വം വഹിച്ചു. 2 കിലോ ഹാഷിഷ് ഓയിലുമായി 2 പേർ കുറുക്കഞ്ചേരിയിൽ എക്സൈസിന്റെ പിടിയിൽ. എക്സൈസ് നാർക്കോട്ടിക്സ് വിഭാഗമാണ് മയക്കുമരുന്ന് പിടികൂടിയത്. അർണാട്ടുകരയിൽ തരിശുപാടത്ത് വൻ അഗ്നിബാധ. തീയണയ്ക്കാനുള്ള ശ്രമത്തിൽ ഫയർഫോഴ്സിന്റെ 4 ഹോസുകൾ കത്തിനശിച്ചു. ശിവരാത്രിയുടെ ഭാഗമായി തിരുവില്ലാമല യുവകേരള കലാകായിക സാംസ്കാരിക വേദി കലാപരിപാടികൾ സംഘടിപ്പിച്ചു. അരങ്ങിലും അണിയറയിലും വനിതകൾ മാത്രം പ്രവർത്തിച്ച അനാമിക എന്ന നാടകം അരങ്ങേറി. കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ സംഭവത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ച് ഹൈക്കോടതി. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് ആനയെ എന്തിന് കൊണ്ടുപോയതെന്ന് കോടതി. ആശാ വർക്കർമാർക്ക് ജനുവരിയിലെ ഓണറേറിയം അനുവദിച്ച് സർക്കാർ. 3 മാസത്തെ കുടിശ്ശികയും തീർത്തു നൽകി. ഇതോടൊപ്പം ഇൻസെന്റീവും അനുവദിച്ചിട്ടുമുണ്ട്. ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് പൂക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു. പൂക്കോട് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി MF ജോയ് ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെക്കുംകര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ആശാ വർക്കർമാരുടെ സർക്കാർ ഉത്തരവ് കത്തിച്ചു. പാർലമെന്ററി പാർട്ടി നേതാവ് PS റഫീഖ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ അവതരിപ്പിച്ചു. ലൈഫ് ഭവന പദ്ധതിക്കായി 20 കോടി രൂപ വകയിരുത്തി. ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ച് ഒരുമനയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാരിന്റെ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു. KJ ചാക്കോ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ ഹാളിൽ ടിഷ്യൂ പേപ്പർ പടിക്ക് പുറത്ത്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ഗ്ലാസ് പ്ലേറ്റ് എന്നിവയ്ക്ക് നഗരസഭയിൽ നിരോധനമുണ്ട്. ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. കൊണ്ടാഴി പഞ്ചായത്തിൽ 1-ാം കല്ല് മുതൽ പാറമേൽ പടി വരെയുള്ള റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം K രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. ER പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. മുരിയാട് പഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് 180 കട്ടിലുകൾ വിതരണം ചെയ്തു. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് T ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മുരുക്കുങ്ങൽ പെരുമ്പിള്ളിച്ചിറ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം ഞായറാഴ്ച നടക്കും. പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹങ്ങൾ നാരെ മുരുക്കുങ്ങൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരും. സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും ഐക്യദാർഢ്യ സദസ്സും നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
ചെമ്പുംചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം ശനിയാഴ്ച കൊടിയേറും. മാർച്ച് 7 നടക്കുന്ന പൂരം എഴുന്നള്ളിപ്പിൽ നൂലുവള്ളി, ചെമ്പുച്ചിറ ദേശങ്ങൾ 9 വീതം ഗജവീരന്മാരെ അണിനിരത്തും. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷികം ആഘോഷിച്ചു. മാധ്യമപ്രവർത്തകൻ കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് UDF കൌൺസിലർമാർ ഗുരുവായൂർ നഗരസഭാ കൌൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു ഇറങ്ങിപ്പോക്ക്. കടൽ മണൽ ഖനനത്തിനെതിരെ തീരദേശ ഹർത്താൽ ചാവക്കാട് ഏരിയയിൽ പൂർണ്ണം. മത്സ്യത്തൊഴിലാളി സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് നടന്ന പൊതുയോഗം ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ജില്ലാ കൺവീനർ IK വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം കീഴേടമായ നെന്മിനി ബലരാമ ക്ഷേത്രത്തിലെ അക്ഷയ തൃതീയ മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. തന്ത്രി ചെന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് പ്രകാശന കർമ്മം നിർവഹിച്ചു. 5 ദിവസം നീണ്ടുനിന്ന കുടുംബശ്രീ ജില്ലാ മിഷന്റെ ബീച്ച് ഫെസ്റ്റിവലിന് സമാപനമായി. ഫെസ്റ്റിന്റെ 4ാം ദിനം കടൽ തീരത്ത് ആസ്വാദകരുടെ മനം കവർന്ന് സൂഫി സംഗീത നിശ അരങ്ങേറി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.